ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒസാക്ക ഫിഷിംഗ് ഗിയർസ്. ഒസാക്ക ഫിഷിംഗ് ഗിയർസിൻ്റെ 2 ടാക്കിൾ ബോക്സുകളാണ്. അതായത് നമുക്ക് മൾട്ടി യൂട്ടിലിറ്റി ആയിട്ടുള്ള നമ്മുടെ എല്ലാ ലൂർ ബോക്സുകളും എല്ലാ ലൂറുകളും നമുക്ക് ഒരേ സമയം ക്യാരി ചെയ്യാവുന്നൊരു 2 ബോക്സുകളാണ്. നമുക്കിത് 2 സൈസിൽ, മീഡിയം സൈസിലാണെങ്കിൽ അതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 42 സെൻറ്റിമീറ്റർ, 42.5 സെൻറ്റിമീറ്റർ വിടുത്തും ഏകദേശം 26 സെൻറ്റിമീറ്റർ ഇതിൻ്റെ ഒരു ഹൈറ്റും വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ സ്മോൾ സൈസിലാണെങ്കിൽ നമുക്കൊരു 30 സെൻറ്റിമീറ്റർ വിടുത്തും 22 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് വരുന്നത്. അങ്ങനെ 2 സൈസിൽ, ഈ 2 സൈസിൽ നമുക്ക് 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ അവൈലബിൾ ആണ്. നമുക്ക് പ്രൈസ് പറയുമ്പം ഏകദേശം ഒരു 5300 രൂപയാണ് ഈ മീഡിയം സൈസിനും. അതുപോലെ തന്നെ ഏകദേശം ഒരു 3300 രൂപ അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത്. കറക്റ്റ് പ്രൈസിൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഇടുന്നുണ്ട്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫോട്ടോ ഞാൻ ഇടുന്നുണ്ട്. നമുക്ക് ഏകദേശം 3300 രൂപ ചെറിയ സൈസിനും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഈ ബോട്ട് ഫിഷിങ്ങിനൊക്കെ പോകുന്നവർ, അതുപോലെ തന്നെ നമ്മുടെ കാറിലൊക്കെ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നവർക്ക് വളരെ ഐഡിയലാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ലൂർ ബോക്സുകളും, നമ്മുടെ അൾട്രാലൈറ്റ് ലൂർ ബോക്സുകൾ, അതുപോലെ തന്നെ ലൈറ്റ് മീഡിയം ലൂർ ബോക്സുകൾ, അതുപോലെ നമ്മുടെ ബോട്ട് ഫിഷിങ്ങിന് പോകുന്ന ലൂർ ബോക്സ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ബോക്സിൽ വെച്ച് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നീട് നമുക്ക് ക്യാരി ചെയ്യാൻ കണ്ടില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. നമുക്കിതിനെ തൂക്കി പിടിച്ച് നമുക്കിത് പോകാൻ പറ്റുന്നൊരു സൗകര്യമുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബെൽറ്റ് കൂടി വരുന്നുണ്ട്. ആ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡറിൽ ഹാങ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നീട് നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ നമുക്കിത് ഇരിക്കാവുന്ന, ഒരാളെ തന്നെ ഹോൾഡ് ചെയ്യാവുന്ന ഒരു പവർ ഉള്ള ഒരു ഐറ്റംസ് ആണ്. അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ആക്സസറീസ് വരുന്നുണ്ട്. കണ്ടില്ല, ഇങ്ങനെ ഡ്യുവൽ റോഡ് സ്റ്റാർട്ടിൻ്റെ ഒരു സെറ്റ് വരുന്നുണ്ട്. ഏകദേശം 900 റുപ്പീസ് പ്ലസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നമുക്ക് ഈ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റോഡ്, പ്രത്യേകിച്ചും ബോട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് റോഡ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 2 റോഡ് നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. ഇത് രണ്ട് സൈഡിലും നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് വെക്കാം. പിന്നീട് ഇതിൻ്റെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി വരുമ്പോൾ വലിയ സൈസ് നോക്കുമ്പോൾ കണ്ടില്ല, നമുക്ക് ആകെ മുകളിലൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതല്ല, നമുക്കിതാ ഇവിടെ നമുക്ക് വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട ഐറ്റംസുകൾ, നമ്മുടെ ടെർമിനൽ ടാക്കിൾസ് ആണെങ്കിലും അതുപോലെ വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെക്കാം. അത്യാവശ്യം ലൂറുകൾ, നമുക്ക് കമ്പാർട്ട്മെൻറ്റുകളൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേർതിരിച്ച് വെക്കാവുന്ന കമ്പാർട്ട്മെൻറ്റ് സ്പ്ലിറ്ററൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ അത്യാവശ്യം സ്പ്ലിറ്ററിങ് പ്ലേയേഴ്സ്, ചെറിയ ലൂർ ബോക്സുകൾ. ഇപ്പോൾ നമ്മുടെ ലൂർ ബോക്സ് ഒക്കെ ആണെങ്കിൽ കണ്ടില്ലേ, ചെറിയ ലൂർ ബോക്സിന് നമുക്ക് ഈ ഒരു ഫ്രണ്ടിലെത്തി തന്നെ നമുക്ക് 2-3 ലൂർ ബോക്സുകൾ, ചെറിയ ലൂർ ബോക്സുകൾ അങ്ങനെയും വെക്കാം. അങ്ങനെ ചെറിയ ലൂർ ബോക്സുകളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതേപോലെ ചെറിയ ലൂർ ബോക്സുകളൊക്കെ വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ തന്നെ ലൂറുകൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ലൂറുകളോ അതുപോലെ ടെർമിനൽ ടാക്കിൾസുകളോ കാര്യങ്ങൾ വെക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ഉള്ളിലുള്ള രണ്ടാമത്തെ ഒരു കമ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര വലിയ ഒരു എന്താ പറയുക സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് ഈ രണ്ടാമത്തെ ഒരു കമ്പാർട്ട്മെൻറ്റിലുള്ളത്. നമുക്കൊരു 2-3 ലൂർ ബോക്സുകൾ വളരെ സിമ്പിളായിട്ട് പല സൈസിലും ഇതിലുള്ള 2-3 ലൂർ ബോക്സുകൾ വളരെ സിമ്പിളായിട്ട് ക്യാരി ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഓഫ് ഷോർ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാ ലൂറുകളും നമുക്ക് വളരെ ഓർഗനൈസായി നമുക്ക് എടുത്തു കൊണ്ടുപോകാനും അതുപോലെ എടുക്കാനും പറ്റുന്നതാണ്. നമ്മൾ മറ്റുള്ള ലൂർ ബോക്സ് എന്താ പറയുക ടാക്കിൾ ബാഗുകളൊക്കെ നമുക്ക് പലപ്പോഴും ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലൂറിനനുസരിച്ചുള്ള ലൂർ ബോക്സുകൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ലൂർ ബോക്സ് ഒക്കെ മേടിക്കാൻ നമുക്ക് ഇതിൽ ട്രോളിംഗ് ലൂറുകളും വലിയ ലൂറുകളൊക്കെ ഇടാം. അത്യാവശ്യം സ്റ്റിക്ക് ബൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇടാവുന്ന ലൂർ ബോക്സ്. അപ്പോൾ ഇതേപോലെ ലൂർ ബോക്സുകൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ലൂർ ബോക്സുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ചെറിയ സൈസിലോട്ട് പോകുമ്പോൾ, സ്മോൾ സൈസിൽ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം പ്രത്യേകിച്ച് നമ്മുടെ റിവർ ഫിഷിങ്ങിനൊക്കെ പോകുന്നവർക്ക് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു സൈസാണ് ഇത് വരുന്നത്. നമുക്ക് ക്യാരി ചെയ്യാനും കൂടി എളുപ്പമാണ്. കണ്ടില്ല, അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. ഇതിൽ നമുക്ക് അത്യാവശ്യം ലൂർ ബോക്സുകളൊക്കെ നമുക്ക് വെക്കാവുന്ന ഒരു സൈസാണ്. കണ്ടില്ല, ഇപ്പോൾ ഈ ഒരു ലൂർ ബോക്സ് ഒക്കെ ഇതല്ല, നമ്മുടെ ഈ ഒരു സൈസുള്ള ലൂർ ബോക്സ് ഒക്കെ നമുക്ക് ഇതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രാപ്പ് നമുക്ക് വരുന്നുണ്ട്, നമുക്ക് സൈഡിൽ ഹാങ് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ട്രാപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ചെറിയ ലൂർ ബോക്സുകളൊക്കെ ഒരു 4-5 ലൂർ ബോക്സുകൾ നമുക്ക് ഈസി ആയിട്ട് ഇട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമുക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ tackle-tips.in കയറി കഴിഞ്ഞാൽ നമുക്ക് ഒസാക്കയുടെ ലൂർ ബോക്സ് മൾട്ടി പർപ്പസ് യൂട്ടിലിറ്റി ആയിട്ടുള്ള ലൂർ ബോക്സുകൾ നമുക്ക് അവൈലബിൾ ആണ്.